$36 ട്രില്യൺ കടത്തിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു കൺട്രിയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയെക്കാട്ടും വലിയ കടം കയറിയ വേറെ കൺട്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ചില റിപ്പോർട്ട് അനുസരിച്ച് ചൈനയാണെങ്കിൽ അമേരിക്കയ്ക്ക് അപ്പുറത്താണ് കടം കയറി കിടക്കുന്നത്. അതിനെപ്പറ്റി അറിയണ്ടേ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അന്നേരം അവരുടെ ഡേറ്റ നമ്മൾ അത്രമാത്രം അങ്ങ് വിശ്വസിക്കാൻ പറ്റാത്ത ഡേറ്റയാണ്. അവർ പറയുന്നത് അവരുടെ ഡെറ്റ് ടു GDP റേഷ്യോ 88% ആണ്. പക്ഷേ പല റിപ്പോർട്ടുകൾ വേറെ വെളിയിൽ നിന്ന് വരുന്നത് 300% എന്നാണ് പറയുന്നത്. അവർ 300% ആണെങ്കിൽ അവർ അമേരിക്കയ്ക്ക് അപ്പുറത്തായിട്ട് അമേരിക്കയെ കവച്ച് വെച്ചിട്ടുണ്ടെന്ന് തന്നെ അർത്ഥമുണ്ട്. അത് അവർ എങ്ങനെ നടപ്പിലാക്കിയെന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ? അതിനെപ്പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് റെയിൽ നെറ്റ്വർക്ക് ചൈനയിലാണ്. ചൈനയിൽ ഒരു സ്കൈ സ്ക്രേപ്പർ ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 ആഴ്ച മതി, ഫുള്ളായിട്ട് ഉണ്ടാക്കി തരും. ഹോസ്പിറ്റൽസും 2 ആഴ്ചക്കുള്ളിൽ, വലിയ ഹോസ്പിറ്റൽസ് അല്ല, തുക്കട ക്ലിനിക്ക് പോലെ അല്ല, വലിയ ഹോസ്പിറ്റൽസ് 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാക്കി തരും. അവരുടെ ആ ടെക്നിക്കൽ പ്രവസ്, ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അമേരിക്കയ്ക്ക് പോലും ഇല്ല. ഭയങ്കര ഫാസ്റ്റാണ് കാര്യങ്ങൾ നടത്തി തരാനായിട്ട്. പക്ഷേ വേറെ ഒരു കാര്യം കൂടെ നമ്മൾക്ക് അറിയാവോ? ചൈനയിൽ 50 ഗോസ്റ്റ് സിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം. ആ 50 ഗോസ്റ്റ് സിറ്റീസിനകത്ത് 65 മില്യൺ ഹൗസസ് ഉണ്ട്, empty ആയി കിടക്കുകയാണ്, ഒരു കുഞ്ഞുമില്ല. 65 മില്യൺ, അതിൻ്റെ അർത്ഥം 6.5 കോടി 1.5 കോടി വീടുകളുണ്ട്. അന്നേരം എത്ര ജനങ്ങൾ താമസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനകത്തൊരു 4 പേരെങ്കിലും താമസിക്കരുതോ? അന്നേരം അത്രമാത്രം അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഗോസ്റ്റ് സിറ്റീസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ വന്നു ഈ ഗോസ്റ്റ് സിറ്റീസ്? ചൈന കൊളാപ്സ് ആകുമോ? അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമുക്കൊന്നറിയാം. ചൈനീസ് കടത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ചൈനയുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാവരും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായിരിക്കണം. നമ്മുടെ ഇന്ത്യയിലെ പോലെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഏത് രീതിയിലുള്ള ആളായാലും കുഴപ്പമില്ല, ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ദേ ആർ സെലക്റ്റബിൾ, ആ രീതിയിലാണല്ലോ. പക്ഷേ ചൈനയിൽ അങ്ങനെയല്ല. നിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാലും നീ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ അല്ലേ, നിനക്ക് സർക്കാരിൽ നിന്ന് ഒരു രീതിയിലുള്ള ജോലിയോ ഒരു ആനുകൂല്യമോ കിട്ടത്തില്ല. അങ്ങനെയാണ് ചൈനയുടെ ആ സെറ്റപ്പ്. അപ്പോൾ ചൈനയുടെ ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രോവിൻസസ് ആയിട്ടാണ്. നമ്മുടെ ഇവിടെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പോലെ അവിടെ പ്രോവിൻസസ് ആണ്. ഹുനാൻ പ്രോവിൻസും സിൻജിയാൻ പ്രോവിൻസും അങ്ങനെയൊക്കെയുള്ള പ്രോവിൻസസിൻ്റെ പേരിലാണ് നടക്കുന്നത്. അന്നേരം ഒരു പ്രോവിൻസിനകത്ത് അതിൻ്റെ ഒരു പിരമിഡ് സ്ട്രക്ചർ പോലെയുള്ള ആൾക്കാരുണ്ട്. ഒത്തിരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യൽസ് ഉണ്ട്, പക്ഷെ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ചുമതലയും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു സെറ്റ് ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ടാർഗറ്റ് വരുന്നത് ബീജിങ്ങിൽ നിന്നാണ്. ബീജിങ്ങിൽ നിന്ന് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയും, ഈ വർഷം നമുക്ക് ഫുൾ ചൈനയിൽ 5% GDP ഗ്രോത്ത് വേണമെന്ന് പറയും. എന്നാൽ പിന്നെ എല്ലാവരും ഏക്കുക അവിടെ, പിന്നെ അത് പറ്റത്തില്ല എന്നും പറയാൻ പറ്റത്തില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് കേസ്. അന്നേരം 5% ഗ്രോത്ത്, അന്നേരം എല്ലാം യൂണിറ്റിനകത്തിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥർക്കും അവരുടെ ആ ഡൊമൈനിലിരിക്കുന്ന കാര്യത്തിനകത്ത് 5% ഗ്രോത്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ 5% ഗ്രോത്ത് മാത്രം തന്നു കഴിഞ്ഞാൽ നിങ്ങളാ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരിക്കത്തുള്ളൂ, ചിലപ്പോൾ ഒന്ന് ഡിമോഷൻ വരെ വന്നെന്നിരിക്കും. അന്നേരം ഭയങ്കര കോമ്പറ്റീഷനാണ് അവിടെ. 5% എന്ന് അവിടുന്ന് ബീജിങ്ങിൽ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം 6ഉം 6.5ഉം ഒക്കെ GDP അവരുടെ ഏരിയയിലെ GDPയുടെ ഗ്രോത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരുടെ കരിയർ അതോടെ അവസാനിച്ചെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷേ അതിനകത്ത് വേറെ ഒരു രസം കൂടെ ഉണ്ട്. ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അവർക്കിപ്പം ഒരു കൊച്ചു പ്രോവിൻസിൻ്റെ ഉദ്യോഗസ്ഥനായിരിക്കും, അന്നേരം നിനക്ക് പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക് ഒരു വലിയ പ്രോവിൻസിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് മാറും. അല്ലെങ്കിൽ നിനക്ക് നാഷണൽ കൗൺസിലിനകത്തോ നാഷണൽ കമ്മിറ്റിക്കകത്തോ അവിടെ നിനക്കൊരു വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ കയറാം. അങ്ങനെയാണ് അവിടുത്തെ പ്രൊമോഷൻ്റെ ചവിട്ടുപടി കയറി പോകുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ പല കാര്യങ്ങൾ
ഏറ്റെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു വരുന്ന വഴിക്ക് നിങ്ങൾക്കത് മനസ്സിലായിക്കോളും അതെങ്ങനെയൊക്കെ നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെ സകല ചെലവുകളും 85% വരെ ആ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ബീജിങ്ങിലിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് അല്ല ഏറ്റെടുക്കുന്നത്. പക്ഷേ ബഡ്ജറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണെന്നറിയാവോ? അവിടുന്നുള്ള ആൾക്കാർ. അവർ കഴിഞ്ഞ വർഷം ടാക്സ് കളക്ട് ചെയ്തതിൻ്റെ ഒരു 50% ഈ പ്രോവിൻസിന് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ആ പ്രോവിൻസിൽ നിന്ന് ഒരു 10 ബില്യൺ യുവാൻ കളക്ട് ചെയ്തെന്ന് വിചാരിച്ചോ കഴിഞ്ഞ വർഷം. ഈ വർഷം ആ പ്രോവിൻസിന് വേണ്ടി ഒരു 5 ബില്യൺ യുവാൻ കൊടുക്കും. എൻ്റെ ബജറ്റ് ഇതാണ്, ഇതിനകത്തുനിന്ന് നീ സകല ചിലവും കൂടെ നടത്തിക്കോണം. 85% ഓഫ് ദ ടോട്ടൽ ചിലവ് ഈ $5 ബില്യൺ നിന്ന് നടത്തിക്കോണം. പിന്നെ ബാക്കി 15% അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് തുട്ടുകളൊക്കെ തന്നിരിക്കും, അതിൽ നിന്ന് നിങ്ങൾ അങ്ങ് എടുത്തോണം എന്ന് പറയും. അങ്ങനെയാണ് വണ്ടി ഓടുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് അവരവരുടെ ടാക്സ് ഒന്നും റേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവർക്ക് സ്റ്റാൻഡേർഡായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ട്രൈറ്റ് അവേ ടാക്സസ് ഒക്കെ ഉണ്ട്. അത് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇവർക്ക് അങ്ങനെയൊന്നും വരുമാനം വരുത്താൻ പറ്റത്തില്ല. അന്നേരം ഇതൊരു ടൈറ്റ് ബജറ്റാണ്. പിന്നെ കോമ്പറ്റീഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവർ കോമ്പീറ്റാണ് ചെയ്യുന്നത്. അത് മറ്റേ സ്റ്റേറ്റിനെക്കാട്ടിലും ഭേദമായിട്ട് ഞങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ സകല ഉദ്യോഗസ്ഥന്മാരും കോമ്പീറ്റ് ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും കോമ്പീറ്റ് ചെയ്യുന്നു. അന്നേരം ഇവരൊരു പദ്ധതി രൂപീകരിച്ചു കേട്ടോ. അത് ഫുൾ ചൈനയിൽ നടക്കുന്ന ഒരു പരിപാടികളാണ്. അതാണ് കേരള ഗവൺമെൻറ്റും കൂടെ രൂപീകരിച്ചത്. കേരളത്തിൽ കിഫ്ബി എന്ന് പറഞ്ഞൊരു സാധനം അറിയാമല്ലോ. കിഫ്ബി അവിടുന്ന് പഠിച്ചിട്ട് വന്നതാണ് ഈ കിഫ്ബി എന്ന് പറഞ്ഞ സാധനം. അതെങ്ങനെയാണെന്നറിയാവോ? LGFV എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ലോക്കൽ ഗവൺമെൻറ് ഫിനാൻസിങ് വെഹിക്കിൾ. നമ്മുടെ കിഫ്ബി എന്താണ്? അതും ഒരു വെഹിക്കിളാണ്. ലോക്കൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിങ് വെഹിക്കിളാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നറിയാവോ? ചൈനയിൽ ധാരാളമായിട്ട് ഈ ഭൂമിയുണ്ടല്ലോ. അന്നേരം ഈ ഭൂമിയെല്ലാം ഈ LGFV നമ്മുടെ കിഫ്ബിയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ രൂപീകരിച്ച ഒരു സാധനമാണ്. പക്ഷേ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അന്നേരം ആ സെപ്പറേറ്റ് എൻറ്റിറ്റിക്ക് വേണ്ടി ഇവിടുത്തെ ഭൂമികളെല്ലാം അങ്ങ് ലീസായിട്ട് അങ്ങ് എഴുതി കൊടുക്കും. ഭൂമി ആരുടേതാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. അന്നേരം ഈ വസ്തുക്കളെല്ലാം ഇവർക്ക് ലീസായിട്ട് ഒരു 100 വർഷത്തെയോ 200 വർഷത്തെയോ ലീസ് അങ്ങ് എഴുതി കൊടുക്കും. എന്നിട്ട് LGFV എന്ത് ചെയ്യുമെന്നറിയാമോ? ബാങ്കിൽ പോയിട്ട് ബാങ്കുകാരോട് പറയും, ഇതൊരു 100 വർഷത്തെ ലീസിന് ഞങ്ങൾക്ക് തന്നിരിക്കുക, അന്നേരം ഞങ്ങളുടേതാണല്ലോ, അന്നേരം നിങ്ങൾക്ക് ഇത് കൊലാട്രലായിട്ട് വെച്ചിട്ട് നമുക്ക് ലോൺ താ. അന്നേരം കൊലാട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് അത് ബാങ്ക് ഇങ്ങെടുത്ത് പിടിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്താൽ സകല പരിപാടിയും ചെയ്യാം. പക്ഷേ ഇത് അതിൻ്റെ ബേസിസിലാണ് ഈ ബാങ്കുകൾ ലോൺ തരുന്നത്. അന്നേരം ബാങ്ക് ലോൺ തരുന്നത് അതിഭയങ്കരമായിട്ടുള്ള ലോണാണ് തരുന്നത്. അങ്ങനെ ഈ ബാങ്കിൽ നിന്ന് ഈ LGFV വെച്ചിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ലോൺ എടുക്കുന്നത്. ഇപ്പം മനസ്സിലായോ കേരള സർക്കാർ എങ്ങനെയാണ് ലോൺ എടുക്കുന്നത്? എവിടുന്നാണ് പഠിച്ചിട്ട് വന്നതെന്നറിയാമോ? അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ടെക്നിക്കലി ലോൺ എടുക്കുന്നില്ല. പക്ഷേ ഈ LGFV എന്ന് പറഞ്ഞ ഈ ഇടനില വെഹിക്കിളുണ്ടല്ലോ, ഇതിനെ യൂസ് ചെയ്തിട്ടാണ് സർക്കാർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ വസ്തുക്കൾക്കെല്ലാം അങ്ങ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് അങ്ങ് തുടങ്ങുകയാണ്. ഇവിടെ എയർപോർട്ട്, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ, അവിടെ ഓഫീസ് കോംപ്ലക്സ്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് സ്ഥലം അലോക്കേറ്റ് ചെയ്തിട്ട് അങ്ങ് ബിൽഡിംഗ് നടക്കുക. അന്നേരം ബിൽഡേഴ്സും ഡെവലപ്പേഴ്സും ഒക്കെ വന്നിട്ട് അവരും കൂടെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അവരും ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുക്കുകയാണ്. പിന്നെ ബിൽഡിങ്സ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പല എയർപോർട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഹൈവേസ് 6 ലൈൻ ഹൈവേസ് ഒക്കെ അടിച്ച് കൊണ്ടങ്ങ് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അവർ പറയാം, എന്നാൽ ഇവിടെ ഒരു പട്ടണം വരുന്നുണ്ടല്ലോ, എന്നാൽ ഇങ്ങോട്ട് കയറ്റിയേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹൈവേസ് ഉണ്ടാക്കുന്നുണ്ട്. എയർപോർട്ട്സിനകത്തുനിന്ന് വലിയ ആൾക്കാർ പോവുകയും വരികയോ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ബിക്കോസ് ഇങ്ങനെ അങ്ങ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തിൽ ഇപ്പോൾ ഒരു 50,000 പേരുണ്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൽ. പക്ഷേ അവിടുത്തെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഒരു 10 ലക്ഷം പേർക്കോ അല്ലെങ്കിൽ ഒരു 20 ലക്ഷം പേർക്കോ ഉള്ള ബിൽഡിങ്സ് ആണ് പണിതുകൊണ്ടിരിക്കുന്നത്. അവിടെ ആൾക്കാർ വരണമെന്നൊന്നുമില്ല. അങ്ങനെയാണ് ഒത്തിരി ഗോസ്റ്റ് ടൗൺസും ഗോസ്റ്റ് സിറ്റീസും ചൈനയിൽ വന്നു പോയത്. ചില ബിൽഡിങ്ങിനകത്ത് ചില പട്ടണങ്ങളിലൊക്കെ ഒരു 10 ലക്ഷം പേർക്ക് താമസിക്കുവാനുള്ള വീടുകളുണ്ടെങ്കിൽ പോലും ഒരു 15,000 20,000 പേരേ ഉള്ളൂ അവിടെ താമസിക്കുവാൻ.
അങ്ങനെ ചുമ്മാ നിങ്ങൾ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ നടത്തി കഴിയുമ്പോഴത്തേക്ക് GDP വർദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. അങ്ങനെ GDP വർദ്ധിക്കുന്നുണ്ട്. ഈ ഒഫീഷ്യൽസിന് അവരുടെ അപ്രൈസൽ വരുമ്പോൾ പറയും, ഞാൻ എൻ്റെ സ്ഥലത്തെ GDP ഇത്രമാത്രം വർദ്ധിപ്പിച്ചു. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നിനക്ക് പ്രൊമോഷന് യോഗ്യനാണ് നീ, കമോൺ. അങ്ങനെയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിസ്റ്റം നടക്കുന്നത്. ചൈനയിലെ 30% GDP റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആണ്. അങ്ങനെ ചൈനയിലെ ആൾക്കാർ ഒത്തിരിയും ഈ പുതിയ ബിൽഡിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്ക് വളരെ നല്ല സുന്ദരമായ ബിൽഡിംഗ് ആയതുകൊണ്ട് അവർ പ്രോപ്പർട്ടിയിലോട്ടായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വിചാരം എന്തുവാണ്, പ്രോപ്പർട്ടി പ്രൈസസ് എപ്പോഴും മുകളിലോട്ടേ പോകുന്നുള്ളൂ. ഈ ബാങ്കുകൾ ലോൺ കൊടുത്തപ്പോഴും അവരിങ്ങനൊക്കെ തന്നെ ചിന്തിച്ചിട്ടാണ് ലോൺ കൊടുത്തത്. ഇപ്പോൾ ലോൺ കൊടുക്കുന്നത് ഒരു എമൗണ്ട് ലോൺ ആണെങ്കിൽ അവരെപ്പോഴും ചിന്തിക്കുന്നത് അത് ലോൺ തിരിച്ചടയ്ക്കേണ്ട സമയമൊക്കെ, അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് 2x 3x ഒക്കെ ആകും. പിന്നെ അവർക്ക് ഇത് എത്ര കൊലാട്രലാണെങ്കിലും വിറ്റിട്ട് അവർക്ക് കാശ് മാക്സിമം ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ബാങ്കുകൾ LGFVക്ക് ലോൺ കൊടുക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് കസ്റ്റമേഴ്സ് വന്നിട്ട് ഈ വീടുകളും ഒക്കെ വാങ്ങുന്നത്. പല ഇൻവെസ്റ്റിങ്ങിനാണ് വീട് വാങ്ങുന്നത്, അല്ലാതെ താമസിക്കാനും ഒരു വീടല്ലാതെ പോരെ. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് പല ചൈനീസും ഇങ്ങനെ വീട് വാങ്ങി. അന്നേരം ഇങ്ങനെ ഒരു ഗ്രോത്ത് ഒക്കെ നടന്നെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ എന്ത് ചെയ്തെന്നറിയാവോ, നമ്മുടെ ആ സൈക്കിള് നമുക്കറിയാമല്ലോ. ഇവർ ഈ ചൈനീസ് ഗവൺമെൻറ് കൺസ്ട്രക്ഷന് കൊടുക്കുമ്പോഴത്തേക്ക് GDP കൂടുന്നു. GDP കൂടുമ്പോഴത്തേക്ക് അവർക്ക് കരിയർ പ്രോസ്പെക്ട്സ് മുകളിലോട്ട് വരുന്നു. അന്നേരം ഇവർ വീണ്ടും ഇതേ ചക്രത്തിൽ തന്നെ കടന്നു കയറുക. അവർ പിന്നെയും അൺനെസസറി ആയിട്ടുള്ള കൺസ്ട്രക്ഷന് വേണ്ടി അവരുടെ പ്രൊജക്ട്സ് മുമ്പോട്ട് നീട്ടുന്നു. ഇപ്പം ജനങ്ങൾ ചൈനയിലെ 1.4 ബില്യൺ പീപ്പിൾ എങ്ങാണ്ടേ ഉള്ളൂ എന്നല്ല, ഏറ്റവും വലിയ നമ്മുടെ ഇന്ത്യയെക്കാട്ടിൽ ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ. അന്നേരം ഇത്രമാത്രം ജനങ്ങൾക്കുള്ള ആ ഹൗസിംഗ് ഒക്കെ വേണ്ടേ? അതിൽ കൂടുതലാണ്, ഓൾമോസ്റ്റ് 50% കൂടുതലായിട്ടുള്ള ഹൗസിംഗ് ഉണ്ട് ഇന്ന് ചൈനയിൽ. ആൾക്കാരെന്താണ് ഇൻവെസ്റ്റ് ചെയ്താണ് ഈ വീടുകൾ വാങ്ങുന്നത്. പക്ഷേ ഫൈനലി അറ്റ് ദ എൻഡ് ഒത്തിരിയും അൺനെസസറി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇത് കാരണം എവർഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു. എവർഗ്രാൻഡ് ആണ് ചൈനയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനി. ഇവരായിരുന്നു ഈ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ ഈ കടമെടുത്തിട്ടല്ലേ ബിൽഡിങ് ലോൺ എടുത്തിട്ടാണ് ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്നത്. അന്നേരം അവസാനം അറ്റ് സം പോയിന്റ് ഇൻ ടൈം ആൾക്കാർ വീട് വാങ്ങാതായി വന്നു. വീട് വാങ്ങിയില്ലെങ്കിൽ ഇവർ ഡെറ്റ് കാരണം ഇവർ ഡിഫോൾട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്രയാണ് ഡിഫോൾട്ട് നടന്നതെന്നറിയാം? $300 ബില്യൺ ഡിഫോൾട്ടാണ് നടന്നത്. അത്രമാത്രം വലിയൊരു ഡിഫോൾട്ട് നടന്നു എവർഗ്രാൻഡേക്ക്. എവർഗ്രാൻഡേ മാത്രമല്ല, എവർഗ്രാൻഡയുടെ വേറെ പല അനിയന്മാരും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടെ ഒറ്റയടിക്ക് ഡിഫോൾട്ട് നടന്നു. അവസാനം കണക്ക് നോക്കി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് LGFVകളല്ലേ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോയത്. അവർക്ക് 66 ട്രില്യൺ യുവാൻ്റെ അവർക്ക് ഡെഫിസിറ്റ് വന്നിരിക്കുകയാണ്. കടത്തിൽ മുങ്ങിക്കിടക്കുന്ന LGFVകളെ ഉദ്ധരിക്കുവാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ചൈനയിലെ ബീജിങ്ങിലെ ഗവൺമെൻറ് ഒരു പ്ലാൻ ഒപ്പിച്ചു. ബിക്കോസ് ഈ ബാങ്കുകളിൽ നിന്നാണല്ലോ ഈ കടമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് കടം ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പലിശ നിരക്ക് കൊടുത്തുകൊണ്ടിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പലിശ അങ്ങനെയൊക്കെ പോകുമല്ലോ. അന്നേരം ഈ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ബീജിങ്ങിലെ ഗവൺമെൻറ് ഒരു പുതിയൊരു പദ്ധതി രൂപീകരിച്ചു. അത് അമേരിക്കയിൽ നിന്ന് പഠിച്ചിട്ട് വന്നതാണ്. അതിൻ്റെ പേരാണ് ഗവൺമെൻറ് ബോണ്ട്സ്. അന്നേരം ഇവർക്കും ബോണ്ട്സൊക്കെ ഇറക്കാൻ അറിയാം. ഈ ബാങ്കുകാരുമായിട്ട് ഇവരൊന്ന് ഡീൽ ചെയ്തു. അന്നേരം LGFVകളുടെ എല്ലാത്തിൻ്റെയും കടം അങ്ങ് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ബീജിങ്ങിലെ ഗവൺമെൻറ് പിന്നെ റീസ്ട്രക്ചർ ചെയ്തു. പറഞ്ഞു, ആ നേരത്തെ എഗ്രി ചെയ്ത പലിശ നിരക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തരാൻ പറ്റത്തില്ല, വേറെ പുതിയ പലിശ നിരക്ക് തരാം, പുതിയ ഡ്യൂറേഷൻ ഇടണം. അങ്ങനെയൊക്കെ ഫുൾ ചേഞ്ച് ചെയ്തിട്ട് ബോണ്ട്സുകളായിട്ട് ഈ ബാങ്കുകൾക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കറക്റ്റ് സമയത്തിന് നിങ്ങളുടെ ഈ ബോണ്ട്സ് മച്യൂർ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാശ് തന്നിരിക്കും. പിന്നെ ചൈനയിലായതുകൊണ്ട് ഈ ബാങ്കുകൾക്കും വലുതായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, അവർ പറയുന്നതൊക്കെ കേൾക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ് സ്വാപ്പ് പ്രോഗ്രാം എന്നാണ് ഇത് പറയുന്നത്. ഡെറ്റ് സ്വാപ്പ് പ്രോഗ്രാമിനകത്ത് ലോൺസ് റീസ്ട്രക്ചർ ചെയ്തിട്ട് ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ട് കടത്തിൻ്റെ മേൽ. അന്നേരം ഗവൺമെൻറ് ബോണ്ട്സാന്ന് പറഞ്ഞിട്ട് അവർ പൊക്കി പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ചൈനീസ് ഗവൺമെൻറ്റിന് ഈ കടമൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കറക്കി തിരിച്ച് തരണ്ടേ. അതിനുവേണ്ടിയാണ് ഈ BRI എന്ന് പറഞ്ഞ ഒരു സ്കീമൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കുറേ കാശുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെയാണ് ചൈനീസ് ഗവൺമെൻറ്
മുമ്പോട്ട് പോകുന്നത് അവരുടെ കടങ്ങളുമായിട്ട്. പക്ഷെ അതിൻ്റെ ഫുൾ ഒരു ഓപ്പണിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ഡിസ്ക്ലോഷർ ആയിട്ട് ചൈനീസ് ഗവൺമെൻറ് ഒന്നും ധാരാളം പറയുന്നില്ല. പിന്നെ അത് ചൈന ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ. സോ till we meet again, peace.